ഹായ്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അമ്പാടി ഭയങ്കര ക്യൂ ആയിരുന്നു. ഭയങ്കര ക്യൂ ആയിരുന്നു. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. അങ്ങനെതാ നമ്മൾ കട്ട വെയിറ്റിങ്ങിലാണ്. വാവാച്ചി ഇതുണ്ട് ഇവിടെ, നമ്മളെ മോളുണ്ട്. അങ്ങനെ അമ്പാടിയുടെ ബിരിയാണിയൊക്കെ എത്തി. ഇതാ കാണാൻ നല്ല ഭംഗിയുണ്ട്. ടേസ്റ്റ് ചെയ്തിട്ട് ഇനി നോക്കാം എങ്ങനെയുണ്ട് എന്ന്. അമ്പാടി പെട്ടെന്ന് മതി. ഗ്രീൻ കളർ ചിക്കൻ. അങ്ങനെ ഞാനിതാ എന്തൊക്കെയോ സാധനം കൂടുതൽ ഫിഷ് ഫ്രൈയും ഉണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കല്ലോ കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ ഇങ്ങനെ വണ്ടീൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഇതാണ് ഞങ്ങളെ വണ്ടി. ചൂടായിട്ട് നിൽക്കുമായിരിക്കും. ആ ചേച്ചി അങ്ങനെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കൂ. ഇതേതാ ഒരു സുന്ദരി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇത് മറ്റാരുമല്ല, അതെ. അങ്ങനെ മക്കളൊക്കെ ഇതാ. അമ്പാടി ഓയ് ഹോയ് ഗൗരി. ഈ ജിത്തേട്ടനുണ്ടല്ലോ ചെയ്ത പണിയേക്കണോ, ഭാര്യയ്ക്കും കസിന്റെ വൈഫിനും മാത്രം ചായ വാങ്ങിക്കൊടുത്ത്. അത് തെറ്റാണോ ശരിയാണോ? ഞങ്ങൾ ഇവിടുത്തെ മക്കളും പിങ്കിക്ക് വരെ വാങ്ങിക്കൊടുത്തില്ല. പിങ്കിക്ക് വാങ്ങിക്കൊടുത്തു. ഓക്കെ ചാടിക്കോ. സുജേഷ് ചേട്ടൻ ഇവിടെ ദാ മോനെ നീന്തം പഠിപ്പിച്ചുകൊണ്ടിരിക്കാണ്. അമ്പാടിതാ നന്നായിട്ട് നീന്തുന്നു. ആസ് യൂഷ്വൽ കിച്ചേട്ടൻ ഫോണിൽ തന്നെ. കിച്ചേട്ടൻ ഓ നിങ്ങളല്ലേ കിടന്നുറങ്ങിയിട്ട് എൻജോയ് ചെയ്ത മാന്യന്മാരാണ് ഇതൊക്കെ. അല്ല നിങ്ങൾ പുറത്തായിരുന്നു, സോറി. ഹലോ, ഇതാണ് ഇവിടുത്തെ നൈറ്റുള്ള ആംബിയൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. മൊത്തം ലൈറ്റ്സ് ആയിട്ട് ആണ്. എടാ അത് പേടിയാ. അങ്ങനെ ഞങ്ങളിതാ പുറപ്പെട്ടു.
എനിക്കാ വാങ്ങി തരുന്നത്. അല്ലല്ല എന്നാലും ചേച്ചി എന്നിട്ട് അതെ ചേച്ചിയാണ്, ചേച്ചിന്റെ ഭംഗിയാണ്. സന്തോഷമായി ചേച്ചി, ഭയങ്കര ഹാപ്പി. അത് ഈ നന്നായിട്ട് മനസ്സിലാവും. അതെ അതെ, ഞങ്ങൾ വളരെ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. സാരല്ലേ ചേച്ചി, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം. അമ്മോ മരിച്ചുപോയി വെള്ളിനെ എടുത്തിട്ട് വന്നിട്ട് ഇത് വീണ്ടും അപ്പൻ്റെ വഴിയിൽ ഇങ്ങനെ എടുക്കണ്ട. താഴത്തോട്ട് പോവാ ചേച്ചി. സ്ഥലമായിട്ടാ ചേട്ടാ ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടി വന്നതല്ലേ ഒരു കുട്ടിയാ കൂടെ വാവാച്ചി നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ ഇവിടെ കേക്കിന്റെ ഫോട്ടോ ഒക്കെ കണ്ടപ്പം പുള്ളിക്കാരി ഹാപ്പിയായി.